വാർത്തകൾ വിശദമായി. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJP LDFന് വോട്ട് ചെയ്യുമെന്ന് OJ ജനീഷ്. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. UDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ വികസനം ഇവിടെ പാഴായ 10 വർഷങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് താണിപ്പാടം മുഖ്യ പ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, TN നാസർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ, KP സുനിൽകുമാർ, P വേണുഗോപാൽ, KN സജീവൻ, AR രാംദാസ്, NA നിസാർ, കവിത മധു, പ്രിൻസി മാർട്ടിൻ, രാജേഷ്, PH മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേനടയിൽ ശനിയാഴ്ച രാവിലെ നടന്ന ഉപവാസം ബെന്നി ബേനാൻ MP ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ച് കാലഘട്ടത്തിൽ അവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ആ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഇന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് വാങ്ങിയെടുക്കാനും കേന്ദ്രമന്ത്രി പ്രകാരം കൊണ്ട് നമ്മുടെ ഈ നിയമസഭാമന്ത്രി ഭരണ സംവിധാനം സാധിച്ചിട്ടുണ്ടോ? സമാനമായ സൗകര്യങ്ങളുണ്ടായിരുന്ന ആശുപത്രികളിൽ തൃശൂർ ജില്ലയ്ക്കകത്ത് ജനറൽ ആശുപത്രികളായി എല്ലാ ആശുപത്രികളും ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ പ്രദേശങ്ങളായ അരീക്കോട്, നെല്ലാലും, മംഗളക്കുണ്ടിലെ സുന്ദരവും കൊണ്ടൂരും എല്ലാവരും പ്രദേശത്തെ ജനങ്ങൾ ഏറ്റവും ചികിത്സയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ഈ ആശുപത്രിയുടെ അപ്പുറത്തിൽ ഉയർത്തപ്പെടാൻ പോയി അതിന്റെ സൗകര്യമില്ലാതെ പോയി ഏറ്റവും കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന സാഹചര്യമില്ലാതെ പോയി കൊടുക്കുന്നതിന് കടന്നു വരുമ്പോൾ ആ കഴിവുപറഞ്ഞ പാഠത്തിന്റെ മത്സരപ്പെടുത്തിയാൽ അവരെല്ലാം സന്നിധാനത്തിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. കൊച്ചിയെത്തി ഒറ്റപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. കടുത്ത കൊച്ചിയെത്തി എന്ന നാടകമെന്ന് പറയുന്നത് പോലെ കഴിവുപറഞ്ഞ പാലകിടന്ന് ഇങ്ങോട്ട് വാഹനത്തിൽ ഇന്നത്തെ വാഹനത്തിലോ അല്ലെങ്കിൽ കാറുകൾ യാത്ര ചെയ്താൽ 12 വേദനയ്ക്കുന്ന രീതിയിലുള്ള മുന്നിൽ അവർക്ക് സാധ്യതയുണ്ടായി. 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ നിലവിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം കൊള്ളിക്കാൻ 15 ദിവസക്കാലം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്താൽ CPM-നും CPI-ക്കും തമ്മിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിലിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ 10 വർഷക്കാലത്ത് ജനപ്രതിനിധിയായിരുന്ന സുനിൽകുമാർ എന്നത് അത് മറുപടി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾക്ക് കുടിവെള്ളമില്ലായ്മ പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലേക്ക് ഭരണമുണ്ടായിട്ടും സംവിധാനങ്ങളുണ്ടായിട്ടും ഗവൺമെന്റുകളുണ്ടായിട്ടും എന്തുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർക്ക് അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്നതടക്കമുള്ള വ്യക്തമായ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിയമസഭാ മണ്ഡലം പരിപൂർണമായി നിർണായകമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളാണ്. ഇവിടെ തൊട്ടടുത്ത് പൊളിയെല്ലാം ഒരു ചക്രക്കാർക്ക് രാജ്യത്തെ കാലഘട്ടത്തിൽ നാളെയിലേക്ക് സ്ഥിതിക്കാനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കടന്നു വന്നു. രണ്ടാമത് തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷ ഭരണമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ മധുരയായും ശ്രീ കൂടി മുൻകൈയെടുത്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് കടന്നുള്ള ഒരു പദ്ധതിയാണ് സമയത്ത് ചട്ടപ്രക്രിയ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നത്.